ഒരു കുപ്പി കൂടി മതി പത്തായി, 4 കുപ്പിയായി. ഇത് വയറ്റിക്കൊള്ളണ്ടേ? വയറ്റിക്കൊള്ളാത്ത നാളെ കാലത്തെ ലൂബ്രിക്കേഷനായി പൊക്കോളൂടാ. നീ കുപ്പിയിട്. അരുവക്കേടായിട്ട് വീട്ടിൽ കയറി ചെല്ലുന്ന നിർബന്ധമാണില്ലേ? എന്ത് ചെയ്യാനാ, ഞാൻ ബലഹീനനാടാ. എന്താ ഇത്ര വലിയ ബലഹീനത? പെങ്ങളൊരുത്തി വീട്ടിൽ നിൽക്കുമല്ലയോ കെട്ടിക്കാൻ. പറഞ്ഞ പോലെ ആ കൊച്ചിന്റെ കല്യാണക്കാരി എന്തായി? പലരും വന്ന് കണ്ടഴിച്ചു പോയി. പക്ഷെ ഏതോ ഒരു കല്യാണം മുടക്കി അവർക്കൊക്കെ ഊമക്കത്തുകൾ അയച്ചിരിക്കുന്നു. അവള് മുമ്പൊന്ന് പെറ്റതാണെന്ന്. സത്യത്തിൽ പെറ്റതാണോ? പോടെ എരപ്പാളി, കല്യാണം കഴിക്കാതെ എന്റെ പെങ്ങള് പെറാനോ? കല്യാണം കഴിഞ്ഞാലും അവള് പെറുകില്ല. എന്നിട്ട് ഊമക്കത്തടിയെ പിടികിട്ടിയോ? എവിടെന്ന്? പക്ഷേ ഞാനും ദൈവം എനിക്ക് കൊണ്ട് തന്ന സഹോദരൻ ഇട്ടൂപ്പച്ചായനും കൂടി ഒരു വല വീശിയിരിക്കുക. എന്നെങ്കിലും ആ ഊമൻ കുടുങ്ങും. അന്ന് അവന്റെ ലൂബ്രിക്കേഷൻ ആയിരിക്കും. വ്യഭിചാരം ചെയ്യരുതേ എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് പാപഹേതുവിൻ ഏലിക്കുട്ടിയെ, എന്റെ പൊന്നു കൂടെ പറപ്പേ, എന്നോട് പൊറുക്കണം. ഞാൻ ഇന്നും കുടിച്ചു. എന്റെ കർത്താവേ, കാലത്തെ ഈ രൂപത്തിന് മുന്നിൽ വെച്ച് സത്യം ചെയ്തിട്ട് പോയതല്ലേ കുടിക്കത്തില്ല എന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്റെ പൊന്ന് കർത്താവേ, അല്ലേ വേണ്ട, എന്റെ മാതാവേ, നിന്റെ മോന്റെ മുമ്പ് വെച്ച് ഞാൻ ഒരു സത്യം ചെയ്തു, ഇനി കുടിക്കത്തില്ലെന്ന്. പക്ഷെ കുടിച്ചു പോയി. നീ മോനോടൊന്നു പറ ഈ മത്തായിയോട് ക്ഷമിക്കാൻ. ഇനി തള്ള പറഞ്ഞിട്ട് മോൻ കേട്ടില്ലെങ്കിൽ മത്തായിക്ക് ഇതേ. മത്തായി, നീ എന്തിനാടാ നിന്റെ പെങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ഇത് ദൈവദോഷമാണടാ. ഇവളിങ്ങനെ കെട്ടാമറിയായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ല ചായ. അതിന് നമ്മൾ ഇവൾക്ക് കല്യാണം ആലോചിക്കുന്നില്ലേ? പക്ഷെ ഇവളെ കണ്ടയിച്ചു പോകുന്നവരൊന്നും തിരിച്ചു വരുന്നില്ലല്ലോ. വരുമെടാ, വരും. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും വന്ന് മുട്ടണ്ടേ? ട്ടുമേടാ, അന്ന് നമുക്ക് തുറക്കാം. ഏലിക്കുട്ടി, നീ ഇവന് ചോറ് വിളമ്പി കൊടുക്ക്. എനിക്ക് ചോറ് വേണ്ട ചായ, ഗുളിക മതി. കുടി നിർത്താനുള്ള ഗുളിക. ചോറ് വേണ്ടെങ്കിൽ വേണ്ട, എന്നാ ഗുളിക. എന്റെ കർത്താവേ, ഇതോടെ എന്റെ കള്ളുകൂടി അവസാനിപ്പിച്ചു തരണേ. ഇട്ടുപ്പച്ചാൻ കിടക്കുന്നില്ലേ? ഇല്ല, എനിക്കിന്ന് ലൂക്കായുടെ സുവിശേഷം മുഴുവനും വായിച്ചു തീർക്കണം. ഇല്ലെങ്കിൽ ഉറക്കം വരില്ല. മോള് പോയി കിടന്നോ, ചെല്ല്. വാതിലെവിടെ? വീടിട്ട് മുതലാളി പറഞ്ഞ പോലെ തന്നെ നോട്ട് മുഴുവൻ മാറിക്കഴിഞ്ഞപ്പോ അവന്റെ നിറം മാറി. അട്ടിയില്ലേ വറി തൂട്ടിയവനെ? പിന്നെ വിസ്കിയിൽ അല്പം മറ്റവനെ ചേർത്ത് കൊടുത്തു. നേരം വെളുത്തപ്പോ വടി. ഡെഡ് ബോഡി എന്ത് ചെയ്തു? ഹോട്ടൽ മുറി കെട്ടിത്തൂക്കി. ആത്മഹത്യ. നീ കള്ളനോട്ട് ഏർപ്പാടിന് വേണ്ടി മാത്രം ജനിച്ചവരാണ്. ആ കഴിവരണ പോലെ. പിന്നെ ഏതെങ്കിലും അലവലാതി പോലീസ് ഓഫീസർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയ നീ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം. ഞാൻ IG യെ വിളിച്ച് പറഞ്ഞ വായടപ്പിച്ചേക്കാം. ശരി മുതലാളി. ഇത് 10 ലക്ഷം ഉണ്ട്. 5 മാനന്തവാടിക്ക്, 5 കൂടല്ലൂർക്ക്. പോയിക്കോ. ആരെ? വാസു? അമ്മാവൻ വന്നു. നീ ഇപ്പൊ എവിടുന്ന് വരുന്നു? എന്നെ ജയിലിൽ നിന്ന് വിട്ടമ്മാവാ. ഇവിടെ വന്നപ്പോ അമ്മണിക്കുട്ടി കഥ കടച്ചു വന്നു. ജീവപര്യന്തം ആയിരുന്നില്ലേ നിന്റെ ശിക്ഷ? പക്ഷേ ശിക്ഷ തീരുന്നതിന് മുമ്പ് അവരെന്നെ വിട്ടയച്ചു. ഇനി അമ്മണിക്കുട്ടിയെ കല്യാണവും ചെയ്ത് അടങ്ങി ഒതുങ്ങി ഞാനിവിടെ കഴിഞ്ഞോളാം. ഈ പെണ്ണെന്തമ്മാവാ എന്നെ കണ്ടപ്പോ കഥ കടച്ചു കളഞ്ഞേ? നീ കൊലപ്പുള്ളിയല്ലേ, പിന്നെ അവൾ എങ്ങനെ പേടിക്കാതിരിക്കും? ഷാപ്പി വെച്ചൊരു വഴക്കുണ്ടായി. ഞാനൊരുത്തനെ കൊന്നു. കൊല്ലണോന്ന് വിചാരിച്ച് കുത്തിയതല്ല. കുത്തിയപ്പോ അങ്ങ് ചത്തുപോയി. അതിന് ഇങ്ങനെ പേടിക്കണമെന്നുണ്ടോ? ഈ കണക്കിന് കല്യാണം കഴിഞ്ഞ എന്തോ ചെയ്യും അമ്മാവാ.
അതിരിക്കട്ടെ വാസു, നീ വല്ലതും കഴിച്ചോ? ഇല്ലമ്മാവ, അമ്മിണിക്കുട്ടിയെ വിളിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളമ്പി തരാൻ പറ. ഇവിടെ ഇപ്പോ നിനക്കൂടെ തരാനുള്ള ചോറ് കാണില്ല. ഒരു കാര്യം ചെയ്യ്, നീ ഹോട്ടലിൽ പോയി വല്ലതും കഴിച്ചിട്ട് വാ. ഇതാ. എന്നാ ഞാൻ ആ ഷാപ്പിനടുത്തുള്ള ഹോട്ടലിൽ പോയി ഉണ്ടേച്ച് പിടിയിന്ന് വന്നേക്കാം. മോളെ അമ്മണിക്കുട്ടി, അച്ഛാ, മോള് പേടിക്കണ്ട. ജയിലിൽ പോയപ്പോ ഈ കഴിവേറി ഒരു പോക്ക് പോയെന്നാ ഞാൻ വിചാരിച്ചേ. സാരമില്ല, അവൻ ഇനി അതിര് കേറാതിരിക്കാനുള്ള പണി അച്ഛൻ ചെയ്തോളാം. മോള് സമാധാനമായിട്ട് അകത്ത് പോകും. ചെല്ല്. നീ വിളിച്ചുകൊണ്ടാ ഞാൻ ഇറങ്ങി വന്നേ. ആ എന്തോ ആവട്ടെ. ഷാപ്പി വെച്ച് പറയാൻ പാടില്ലാത്ത അത്ര വലിയ രഹസ്യം എന്താ? വളച്ചുകെട്ടൊന്നും ഇല്ലാതെ ഞാൻ കാര്യം അങ്ങ് പറഞ്ഞേക്കാം. അമ്മിണിക്കുട്ടി വല്ലാതെ പേടിച്ചിരിക്കുക. അങ്ങനെ പേടിച്ചാ പറ്റൂ? അവളെന്നെ പുറപ്പെടണ. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പറയാൻ വേണ്ടി കുട്ടനായരി ഏട്ടൻ എന്നെ ചുമതലപ്പെടുത്തിയത്. ഈ കല്യാണത്തിന് അമ്മിണിക്കുട്ടിക്ക് ഇഷ്ടമല്ല, കുട്ടനായരി ഏട്ടന് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എനിക്കിഷ്ടമാണല്ലോ. അതുകൊണ്ടായില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, അമ്മിണിക്കുട്ടിയെ മറ്റാർക്കോ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനിച്ചിരി പുളിക്കും. എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോഴേ അമ്മിണിക്കുട്ടിയെ എനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്നതാ. അങ്ങനെ ചെയ്യാതെ മറ്റാർക്കെങ്കിലും പിടിച്ചു കൊടുത്താ എല്ലാത്തിനെയും ഞാൻ തട്ടും. കടാര കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. പറയാനുള്ളത് പറഞ്ഞു. അനുസരിക്കുന്നതാ നല്ലത്. ഇല്ലെങ്കിലോ? അനുസരിപ്പിക്കാതെ പറ്റില്ലല്ലോ. നിനക്കെന്റെ പേരറിയാവോ? വാസു എന്നല്ലേ? അല്ല, കരടി വാസു. കരടി ആയാലും കൊള്ളാം, പുലി ആയാലും കൊള്ളാം. മര്യാദക്ക് ഇവിടെ കഴിഞ്ഞു കൂടുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീ ഇവിടെ നടന്നു പോവില്ല. അത്രയ്ക്ക് ചുഴി. ഓടാ.